ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ പാചക വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കുറച്ച് ചപ്പാത്തി ഉണ്ട്. ഞാനിത് ചപ്പാത്തി ഉണ്ടാക്കാൻ വന്നൊന്നുമല്ല, ഇത് വെച്ചൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. വീഡിയോസൊക്കെ കുറവാണ് ഇപ്പോൾ ഇടുന്നത്, കാരണം ഇവിടെ നെറ്റിൻ്റെ പ്രശ്നമുണ്ട്. വീടൊന്നും അധികം സെറ്റായിട്ടൊന്നുമില്ല. എന്നാലും വീഡിയോ ഒക്കെ ഇടുന്നതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇപ്പം ഞാൻ കുറച്ച് ചപ്പാത്തി ഇത് ഉണ്ടാക്കിയിട്ടില്ല, അല്ലാത്തുള്ള ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള ചപ്പാത്തി പരത്തിയതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. കണ്ടോ, ഇതിന് വലിയ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. കട്ട് ചെയ്യാൻ കുറച്ച് പാടായതുകൊണ്ടാണ് ഞാനത് വീഡിയോ കാണിക്കുന്നത്. കത്രികയോ പിച്ചാത്തിയോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാം. ചിലതൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന രീതിയിൽ കട്ട് ചെയ്യാം. അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊടിയും കൂടെ കോട്ട് ചെയ്ത് വെച്ചാൽ, ഒരു ആട്ടയോ ഗോതമ്പ് പൊടിയൊക്കെ കോട്ട് ചെയ്ത് വെച്ചാൽ അത് സെറ്റാകും. അപ്പം ഞാൻ വലിയ ഓരോ ഷേപ്പും അങ്ങനെയൊന്നുമല്ല, ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് അറച്ചും പുറച്ചും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ, ചിരവിയ തേങ്ങ നമുക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ തേങ്ങ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൽ ഒരു 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്, അത് ചേർത്ത് നമുക്ക് മൂപ്പിക്കാം. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ പാല് ചേർക്കാം. പാലല്ലാതെ പാല് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വെള്ളത്തിലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ പാല് കുറച്ചെങ്കിലും ചേർക്കുന്നതാണ് അതിൻ്റെ രുചി. നമ്മൾ വെള്ളം അല്ലാതെ ചേർക്കുന്നുണ്ട്, അപ്പം പാല് കുറച്ചെങ്കിലും നമ്മൾ ഉപയോഗിച്ച ടേസ്റ്റ് കൂടുതലാണ്. അപ്പം 1/4 കപ്പ് അളവിൽ പാലും ബാക്കി വെള്ളവും കൂടി നമുക്ക് ചേർക്കാം. 1/4 കപ്പ് പാലും ഒരു 1.5 കപ്പ് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലോണം തിളയ്ക്കണം. ഫ്ലേവറിന് വേണ്ടി നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർക്കാവേ. ഇപ്പം നല്ല പോലെ തിളയ്ക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആ ഒരു ചപ്പാത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നമുക്കതിലേക്ക് ചേർക്കാം. നല്ലോണം ഇത് വേവിച്ചെടുക്കണം. മധുരം ലാസ്റ്റാണ് ചേർക്കുന്നത്. കുട്ടികളൊക്കെ നമ്മൾ സ്കൂൾ വിട്ടും ഒക്കെ വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു പലഹാരമായിട്ടും ഒക്കെ ഇത് എടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ വലിയവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിങ്ങനെ നല്ലോണം ഒന്ന് ചപ്പാത്തി മിക്സ് വേവിച്ച് വരണം. നല്ലോണം ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാതെ പാത്രം എടുത്താൽ പിന്നെ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം. അപ്പം നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പം നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇതിന് മധുരത്തിന് നമുക്ക് പഞ്ചസാര ചേർക്കാം, മിൽക്ക് മെയ്ഡ് ചേർക്കാം, ശർക്കര ചേർക്കാം. ഇപ്പം ഞാൻ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. ശർക്കര പാനിയാക്കി നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ എനിക്ക് ശർക്കര പൊടി ഉള്ളതുകൊണ്ട് അത് ഞാൻ ചെറിയ രീതിയിൽ വെള്ളവും ചേർത്ത് അലിപ്പിച്ചിട്ടാണ് ഒഴിച്ചത്. അപ്പോൾ ആദ്യം ഒഴിച്ചപ്പം വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, സ്കിപ്പായി പോയി. ഇപ്പം രണ്ടാമത് മധുരം കുറവായതുകൊണ്ട് ഒന്നും കൂടെ ശർക്കര പാനിയായിട്ട് ഞാൻ ചേർക്കുവാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ റെസിപ്പി. ഒരു പായസം പോലെയൊക്കെ നമുക്ക് കഴിക്കാം. വിശപ്പും മാറും, നല്ല വയറ് ഫില്ലായതുപോലെ ഇരിക്കും ഇത് കഴിച്ചാൽ. നല്ല ടേസ്റ്റാണ്. മധുരമായതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിപ്പോൾ നമ്മുടെ ആ ഒരു ചപ്പാത്തി പായസം എന്നൊക്കെ പറയാം, ആ ഒരു ചപ്പാത്തി മിക്സ് ഇപ്പം വെന്ത് നല്ലോണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ.